ഉണ്ണുണ്ണി എത്തിയപ്പോ താമസിച്ചു. എന്റെ കുഴപ്പമല്ല സാർ. 8 മണിക്ക് പെട്ടിയായിട്ട്. ഉണ്ണുണ്ണിയല്ലവൻ, മണ്ണുണ്ണിയാ. തലക്കകത്ത് മുഴുവൻ മണ്ണ. ഇവന്റെ ഭാര്യ ഡെയ്സി മിടിക്കുക. ഇത് കഴുത. തനിക്ക് ഇവനെ തന്നിട്ട് അവളെ ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട, എനിക്ക് അവളെ തന്നെ മതി. മിടിമിടിക്കുക. ഇനി യവന്മാരെങ്ങാനും ആണോ ചുവന്ന സോക്സ് ഇട്ട് എന്റെ വീട്ടിൽ കയറി? അപ്പൊ മനസ്സമ്മതം അടുത്ത ഞായറാഴ്ച. ബോബിയോട് കൂടെ പറഞ്ഞേക്കാം. ബോബി, അവന് ബോബി, വെറുതെ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളങ്ങ് തീരുമാനിച്ചാ മതി. ചായ. സോറി. പണ്ടത്തെ പോലൊന്നും അല്ലടോ. വിവാഹം സ്വർഗത്തിലൊന്നും അല്ല. ഭൂമിയിൽ തന്നെ ഇഷ്ടപ്പെട്ടവര് പരസ്പരം തീരുമാനിച്ചങ്ങ് നടത്തുക. ചാക്കോച്ചൻ പറഞ്ഞതാ ശരി. ഇഷ്ടമില്ലാത്തവരെ പരസ്പരം കൂട്ടിയിണക്കുന്നത് ശരിയല്ല. അവസാനം വെറുതെ ദുഃഖിക്കേണ്ടി വരും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്താണോ കാലെ പിടിക്കുന്നത്? അല്ല, കരണ്ടി കിട്ടി. മണ്ണുണ്ണി എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ മനസ്സമ്മതം ഞായറാഴ്ച ഞങ്ങളങ്ങ് നിശ്ചയിക്കുക. അതൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ല, സമ്മതം ഇല്ലെങ്കിൽ പള്ളി വരെ പോകണ്ടല്ലോ. ആ ചെലവ് ലാഭിക്കാലോ എന്നാ ചാക്കോച്ചന്. ഒന്നും പറയാൻ പറ്റാത്ത കാലമാ. വിവാഹം കഴിയുമ്പോഴാ ചിലരൊക്കെ അറിയുന്നു ചെറുക്കിന് വേറെ ഭാര്യയും പിള്ളേരും. ബോബി കേട്ടിട്ടില്ലേ? എനിക്ക് 2 കേസ് അറിയാം. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? കർത്താവ് ക്ഷമിക്കില്ല അവരോടൊന്നും. വല്ലവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുന്നതിനോട് കർത്താവ് ക്ഷമിക്കോ? ഒരിക്കലുമില്ല. എനിക്കതറിഞ്ഞാ മതി. ഞാനെന്നാ പോട്ടെ. ഓഫീസിലേക്കല്ലേ? ശരി, പോയിക്കോ. ചുവന്ന സോക്സ്. ഹലോ ബേബിച്ചാനാ? ആ ഞാനാ ബോബി. ബേബിച്ചാനെങ്കിൽ എന്നെ വിശ്വസിക്കണം. പഴയ മറ്റേ കോളേജിലെ നീ തന്നെയാണോ? അതെ ബേബിച്ചാ. നീ അവളെ കെട്ടാൻ തയ്യാറാണെന്നും ഡാഡിയോട് പറയണമെന്നൊക്കെ നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ? അവളുടെ ഫോട്ടോ നീ എനിക്ക് അയച്ച ഇപ്പോഴും എന്തേലുണ്ട്. അല്ല, പിന്നെ അവള് വിട്ടുപോയത് ഞാൻ പറഞ്ഞില്ലേ? ഓ ഓ ഓ ആ കഥ അത്ര വിശ്വസനീയമല്ലായിരുന്നു. എന്റെ ബേബിച്ചാ ഒന്ന് ആലോചിക്കണം. ഞാൻ സുശീലയുടെ കാര്യവും സുധയുടെ കാര്യവും കോളേജിലെ പ്രിൻസിപ്പലിന്റെ അനിയന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നീനായിട്ട് എപ്പോഴെങ്കിലും ഒരു അബദ്ധം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ബേബിച്ചാനെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. ഇതൊന്ന് തെളിയിക്കാൻ എന്താ വഴി? ഒരു വഴിയുണ്ട്. ഏയ്, ഗർഭം ഉണ്ടാകാൻ വഴിയില്ല. എന്റെ ദൈവമേ, ഡെയ്സിക്ക് ഗർഭം. വെറുതെ കളിക്ക് തുടങ്ങിയ ബന്ധമാണ് ചേട്ടാ. നിനക്ക് കളിച്ച് ഗർഭം ഉണ്ടാക്കാനാണോടാ എന്റെ ഭാര്യ? അവളുടെ കാര്യം നോക്കണ്ട. നമുക്ക് നമ്മുടെ മാനം രക്ഷിച്ചാ മതി. അപ്പൊ എനിക്ക് മാനമില്ലടാ ദുഷ്ട. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ലടാ തെണ്ടി. നീ ഊരുന്നൊന്ന് കാണട്ടാ. ഇങ്ങനെ ടെസ്റ്റ് നടത്തി അറിയാല്ലേ? ഏയ്, ഒരാൾക്കും അറിയില്ല. ഡെയ്സിക്ക് മാത്രമേ അറിയൂ. അവൾ എന്റെ അടുത്തുണ്ട്. ഇല്ലില്ല, അവൾ ആരോടും പറയില്ല. നമുക്ക് വിശ്വസിക്കാം. ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്ന് വിചാരിച്ചില്ല. ശരി, ഞാൻ വെക്കട്ടെ. ഇത്രയും വെച്ചത് പോരാടാ, ഇനിയും വെക്കണോ? എത്ര? 110. എന്ത് പറഞ്ഞു? ഒരു ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഹോസ്പിറ്റലിൽ വെച്ചാൽ എല്ലാരും അറിയും. ഒരു നഴ്സിനെയും കൂട്ടി വീട്ടിലേക്ക് പോകാം. ഗർഭമായതും പോരെ, അതാരും അറിയാതെ കലക്കാനുള്ള പരിപാടിയാണ്. കർത്താവേ, ഞാൻ എന്തെങ്കിലും കടുക്ക ചെയ്യും. ഈ ടെസ്റ്റിലൊന്നും എനിക്ക് വിശ്വാസമില്ല. നിന്നെ വിശ്വസിപ്പിക്കാനൊന്നുമല്ല. ഇതിന്റെ റിസൾട്ട് വന്നിട്ട് നിന്നെ ഇവിടുന്ന് ചവിട്ടി ഇറക്കിയിട്ട് വേണം എനിക്ക് വേറൊരു പെണ്ണെ കെട്ടി നിന്റെ മുമ്പിൽ കൂടെ ഞെളിഞ്ഞിറക്കാൻ. കെട്ടി നോക്ക്, പള്ളി വന്ന് ഞാൻ ബഹളം. എനിക്കറിയാം. അപ്പൊ ഞാൻ ഈ തെളിവ് അവരുടെ മുമ്പിലിട്ട് കൊടുക്കും. നിന്റെ ലവ് ലെറ്ററിനെക്കാളും വില അതിനുണ്ട്. അതിനടുത്ത് മിണ്ടായിരിക്കാൻ പറ. എപ്പോ നോക്കിയാലും കഴിഞ്ഞോളൂ. വെറുതെ എവിടെ കിടന്ന് വഴക്കടിക്കണ്ട. താനിവിടെ പോകും. റിച്ചാർഡ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ദാനിയൽ തന്നെ ഏൽപ്പിക്കണം. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചുകൊണ്ട് വേണം വരാൻ. അത് പിന്നെ പ്രത്യേകം പറയണോ? പട്ടണി പൊട്ടയില്ലാന്നല്ലേ ചൊല്ലേ. പട്ടണൊക്കെ ശരിയാ, പക്ഷെ പട്ടി എന്തൊക്കെ പോയാലാകരുത്.
റിസൾട്ട് കിട്ടിയോ? ആ കിട്ടി. ഇതെന്താണോ മനസ്സിലാകുന്നില്ലല്ലോ. ABCD അക്ഷരമാല പോറുണ്ട്. ഒക്കെ ഞാൻ ഡോക്ടർ ഡാനിയലിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് സംഗതി ഒരു പ്രശ്നവുമില്ല, ഒന്നും പേടിക്കാനുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ദൈവം എന്റെ കൂടെ. ഉം. ആദ്യ ഗ്രൂപ്പ് നോക്കാം. തന്ത എയും തള്ള ഓയും ആണെങ്കിൽ കുഞ്ഞ് എയോ ഓയോ ആയിരിക്കും. പക്ഷെ കുഞ്ഞ് എയും അല്ല ഓയും അല്ല. ഒന്നും പേടിക്കാൻ. ഇങ്ങോട്ട് മാറി എന്ന് കേക്ക്. എന്നിട്ട് പിന്നെ നെഗറ്റീവും പോസിറ്റീവും നോക്കി. അതായത് തന്ത നെഗറ്റീവും തള്ള നെഗറ്റീവും ആണെങ്കിൽ കുഞ്ഞിന് നെഗറ്റീവ് ആയിരിക്കണം. പക്ഷെ നമ്മുടെ കുഞ്ഞ് നെഗറ്റീവ് അല്ല. അപ്പൊ പിന്നെ ആ കാര്യത്തിൽ ഒട്ടും പേടിക്കും. ഇപ്പോഴെങ്കിലും ഡാഡിക്ക് എന്നെ വിശ്വാസമല്ലോ. താൻ വെറുതെ കിടന്ന് ഇത് പോകാതെ ഡോക്ടർ എന്ത് പറഞ്ഞു പറയണോ? ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കാനില്ലാന്ന്. തള്ള A പോസിറ്റീവും തന്ത B പോസിറ്റീവ് ആണെങ്കിൽ കുഞ്ഞ് AB പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ അത് അങ്ങനെയാണോ എന്ന് പരിശോധിച്ചപ്പോ അങ്ങനെയാണ്. വ്യക്തമായിട്ട് പറയണോ? വ്യക്തമായിട്ട് പറയുകയാണെങ്കിലേ കുഞ്ഞിന്റെ തന്ത ദേ ഈ നിൽക്കുന്ന പാർട്ടി തന്നെ. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇയാളെ പറഞ്ഞു വിട്ടപ്പോഴാണ് ഞാൻ ചോദിച്ചാ പപ്പ എന്ന് പറഞ്ഞു വരുന്നത്. കുഞ്ഞിന്റേതായത് എന്റെ കുറ്റം കൊണ്ടൊന്നുമല്ല. പേടിക്കാവുന്നില്ല പല്ലവി പാടിയതോ. ഞാൻ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് ഡോക്ടറോട് എടുത്തെടുത്ത് ചോദിച്ചത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഇവിടെ വന്ന് പറഞ്ഞത്. താൻ വ്യക്തമായിട്ട് ചോദിച്ചു. വ്യക്തമായിട്ട് തന്നെ ചോദിച്ചു. അതല്ല ആ കടലാസ് എഴുതുന്നുണ്ട്. അപ്പൂപ്പന്റെ പേരുണ്ട്, അച്ഛന്റെ പേരുണ്ട്, കൊച്ചിന്റെ പേരുണ്ട്. ക്ഷണിക്കേണ്ട ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അതാണോ കടലാസ്? അല്ല, ഇത് റേഷൻ കാർഡിനുള്ള അപേക്ഷയാ. ഇതേതാ പോയ പെൺകുട്ടി? അത് നീന, കുട്ടികളെ പഠിപ്പിക്കാൻ വന്നതാ. ആ, പിന്നെ ഞാൻ വന്നത് കാഞ്ഞിരപ്പള്ളിക്കാര് നാളെ കാലത്തെ ഇങ്ങോട്ട് വരാം. ഏത് കാഞ്ഞിരപ്പള്ളിക്കാരൻ? ജയയുടെ ചെറുക്കന്റെ വീട്ടുകാര്. ഓ, കാഞ്ഞിരപ്പള്ളിക്കാരൻ. ജയയുടെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല എന്നും പറഞ്ഞ് അവരെന്നെ വിളിച്ചു. ഫോൺ കിട്ടുമല്ലോ. അത് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ പോട്ടെ, ഓഫീസിൽ ഒരുപാട് പണിയുണ്ട്. എക്സ്ക്യൂസ് മീ, ഞാൻ ചാക്കോ. നാളെ എന്റെ മകളുടെ മനസ്സമ്മത. നീനയും പള്ളി വരണം. ഈ വീട്ടിലെ ഒരു അംഗം എന്ന നിലയിൽ ഞാൻ ക്ഷണിച്ചില്ല എന്ന് വേണ്ട. ഓക്കെ. ഇവിടെ വരേണ്ടവരോടൊക്കെ പള്ളി വരാൻ പറയാം അല്ലേ ഡാഡി? ഇങ്ങോട്ട് വരാതിരിക്കാൻ കാരണം പറയണ്ടേ? മിറ്റം മുഴുവൻ ചെളിയെന്ന് പറഞ്ഞാൽ തലയ്ക്കകത്താ ചെളി. ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിരിക്കുന്നു. തായിരുന്നല്ലോ, വേറെ അതല്ല. അങ്ങാടി തോട്ടെ അമ്മയോടൊന്ന് പറഞ്ഞ പോലെ. അയ്യയുടെ മക്കട്ട് കയറണ്ട. സത്യം എത്ര കാലം മറച്ചു വെക്കാൻ പറ്റും? എല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞ ഞാൻ ആത്മഹത്യ ചെയ്യും. ഈ പരിസ്ഥിതി അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർക്ക് രക്ഷപ്പെടും. പക്ഷെ സത്യം തെളിയിച്ചിട്ട് ഞാനത് ചെയ്യും. സത്യം തെളിഞ്ഞാ പിന്നെ ആത്മഹത്യ ചെയ്യണെന്തിനാ? മിണ്ടായിടക്കണവാ. ആവശ്യമില്ലാത്ത അഭിപ്രായം പറയരുത്. കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള നിലയിലായി. നാളെ നമ്മൾ ഒരുമിച്ച് ഇറങ്ങണ്ട, ഓരോരുത്തരായിട്ട് പള്ളിയിലോട്ട് പോയാൽ മതി. നിന്റെ കോട്ടും കളസൊക്കെ ഇന്ന് രാത്രി തന്നെ കെട്ടിപ്പൊതിഞ്ഞ് കാറ വെച്ചേക്കണം. അവള് കാണണ്ട. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയ കല്യാണത്തിന് മുമ്പ് വേറെ എന്തെങ്കിലും വഴി പിടിക്കായിരുന്നു. എന്ത് വഴിയാ ഡാഡി? ദിവസം തോറും തെളിവ് കൂടി. ആവശ്യമില്ലാത്ത എന്നോട് ചാടണ്ട, ഞാൻ കാര്യ പറഞ്ഞത്. ബേബി വരുന്നവരെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കൊണ്ടുപോകണം. ബാക്കി കർത്താവിന്റെ കയ്യിലാ. അവിടെ വേറൊരു കല്യാണം നടക്കുന്നുണ്ട്. നമ്മുടെ പാലായിലെ റോയ്ച്ചന്റെ മകന്റെ. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി നടക്കും. ഞാൻ റോയ്ച്ചനൊന്ന് കണ്ടേച്ചു വരാം. അല്ല, ബോബി എവിടെ? അവനിപ്പോ വരും. ആ, എല്ലാരും പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. വേഗം ചെല്ലേ. ആ പെണ്ണറിയണ്ട കേട്ടോ. ഈ കുപ്പായിട്ടുണ്ടാണോ മനസ്സമ്മതത്തിന് പോണ്? കോട്ട് സൂട്ടും ഒക്കെ ഇട്ടോണ്ട് ഇറങ്ങിയാൽ അപ്പൊ അവർക്ക് കാര്യം പിടിയിട്ടും. അതൊക്കെ കൊണ്ട് ഞാൻ ദേശീയയുടെ വഴി നിൽക്കാൻ പറഞ്ഞിട്ട് അവിടുന്ന് മാറിയിട്ട് പോക്കോളാം. വേഗം ചെല്ലേ, വേഗം ചെല്ലേ. ബോബി, എങ്ങോട്ടാ പോന്നെ? ഇവിടെ അടുത്തൊരു റെയിൽവേ പാലമുണ്ട്, അവിടെ വരെ വരുന്നോ? എന്തിനാ? ഒന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് 2-3 ദിവസമായി. ഇവിടെ അതിന് സമയം കിട്ടിയത്. കാണാൻ വരുന്നോ? ആ കൊച്ചിനെ എടുത്തോ, നല്ല രസമുണ്ടാവും. ഓ, അതിനാണെങ്കിൽ തന്നെത്താൻ പോയാ മതി. ഞാൻ വിചാരിച്ചു പള്ളിയിലേക്കാണെന്ന്. ആര് പറഞ്ഞാ പള്ളി പോണെന്ന്? അല്ല, ഇന്ന് മനസ്സമ്മതല്ലേ? ബോബിയുടെ ഡാഡിയുടെ കൂട്ടുകാരൻ ചാക്കോച്ചൻ ഇന്നലെ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാലോ. ഒരുപാട് നാളായി പള്ളി പോയിട്ട്. ഇനി പള്ളിയിലേക്ക് എഴുന്നള്ളാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. പ്രാർത്ഥിക്കാൻ കണ്ട നേരം. ഞാൻ പ്രാർത്ഥിച്ച ബോബിക്ക് ഇനി നീ പള്ളി പോയി പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന എന്റെ ശവടൊക്കെ ഒന്നിച്ചായിരിക്കും. വീട്ടിൽ താറ്റിച്ച പോലെ ഇനി നാട്ടുകാരെ മുമ്പിൽ കൂടെ താറ്റിക്കണോ? മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോ? ഇല്ലേ കൊച്ചിനെ തള്ളം കൊടുത്ത് കുരിശ് തറയ്ക്കും. ബോബി എങ്ങോട്ടാ? എനിക്ക് ഓഫീസിൽ ഇത്തിരി പണിയുണ്ട്. ഞായറാഴ്ച ചേട്ടോ. എനിക്ക് തോന്നുമ്പോ ഞാൻ ഓഫീസിൽ പോകും. നീ എന്നെ ചോദിക്കാൻ? കെട്ടിയനോട് എവിടെ പോകുന്നു ചോദിക്കാൻ ഭാര്യയ്ക്ക് അധികാരമില്ലേ? അതൊക്കെ സോറി, പള്ളി പോയി പറഞ്ഞാൽ മതി. അതാ ചോദിച്ചത്. പള്ളിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ വരാന്ന്. ബോബി, ഓരോരുത്തർ ഓരോ സ്ഥലത്തേക്ക് പോയി. ഇവിടുത്തെ ഈ കഴിവറവന്മാരെ മേയ്ക്കാൻ തന്നെ എനിക്ക് 10 തലവ് 20 കയ്യും വേണം. അതിനിടയ്ക്ക് കൊച്ചി കിടന്ന് കയറ്റിയാല് അവൾ ഉറങ്ങി. ഇപ്പോഴെങ്ങും ഉണരൂല.
കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും പറയാനൊക്കില്ല. എല്ലാരും കൂടെ ഊരിയേറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. Sonny, you don't pull. Everybody has pulled me. Please, Sonny. Oh, oh. What? പള്ളിയിലെത്താൻ സമയമായി. ഞാൻ ഇതിനകത്ത് തന്നെ മാറിക്കൊള്ളാം. ഡേസി കണ്ണടച്ചോ. റബ്ബർ എസ്റ്റേറ്റ് കാണിക്കാനുള്ളത് ടാറ്റ എസ്റ്റേറ്റ് കാണിക്കുന്നു. നാണം കെട്ടും. മനസമ്മതത്തിന്റെ അന്ന് പോലും അവൾ വെറുതെ വിടൂല. ഇന്ന് ഞാൻ കയ്യോടെ പിടിക്കും. ഭാര്യ പിടിക്കാൻ സമയായി. ബോബിയെ കാണുന്നില്ല. ഇപ്പൊ വരും. ആരിത്? നീനയോ? ഹലോ, കുറച്ച് നേരത്തെ വരണ്ടേ? ഞാൻ വിചാരിച്ചു വരില്ല. ഹലോ, ഡാഡി ഇവിടേക്കാണ് വരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുമിച്ച് വരായിരുന്നു. ഡാഡി വരാതെ മനസ്സമ്മതം നടക്കൂ? എല്ലാവരും തന്നെ ഡാഡി എന്നാ വിളിക്കുന്നത് അല്ലടോ? അപ്പച്ചാ, അച്ഛൻ വിളിക്കുന്നു, സമയായെന്ന്. ഇതാണ് പുതുമണവാട്ടി, ഇന്നത്തെ VIP. ഇത് നീന. ഹായ്, ഞാൻ ടീന. ഹായ്. ബോബി എവിടെ? കമ്പനിയിൽ എന്തോ അത്യാവശ്യ പണിയുണ്ട്. ഇന്നാണോ കമ്പനിയിലെ പണി നോക്കാൻ കണ്ട ദിവസം? മനസ്സമ്മതം. അവൻ വന്നോളും. തന്റെ അച്ഛൻ വിളിക്കുന്നതില്ല, അങ്ങോട്ട് ചെല്ല്. ഹായ് നീന. ഹായ് എലീന. എന്ത് പറ്റി? എന്റെ കാലിന്റെ അടിയില്. കാലിന്റെ അടിയില് ഭൂമി ഉണ്ടോ നോക്കി. ഉണ്ട്. ഒരു കുഴപ്പമില്ല. വാ. ബോബി, ഹായ്. ഒന്ന് വേഗം വാടോ. ബോബി, ഓഫീസിൽ ധാരാളം പണിയുണ്ടെന്ന് പറഞ്ഞിട്ട്. ഓഫീസിൽ നിന്ന് പണിയൊന്നുമില്ല. അപ്പൊ പിന്നെ കല്യാണത്തിന് വരാന്ന് വിചാരിച്ചു. ഓ, കല്യാണത്തിന് വന്നതല്ലേ? മനസ്സമ്മതത്തിന് അത് വന്നല്ലേ പറ്റുള്ളൂ. ഇറങ്ങിയപ്പോ ഇതായിരുന്നല്ലോ വേഷം. ഇത് ഓഫീസിൽ ചെന്നപ്പോ മൂത്രം വെള്ളം വീണു. അപ്പൊ പുതിയതൊന്ന് വാങ്ങിച്ചു. കൊള്ളാല്ലേ? അത്രയ്ക്കൊന്നുമില്ല. അതെ. By the way, this is Selena. Hello. Meet my husband Bobby. ഹലോ, നമസ്കാരം. ഇത് ബോബിയുടെ സെക്രട്ടറി. ഒന്ന് വേഗം വാടോ. ഹായ്. അച്ഛൻ ബഹളം ഉണ്ടാക്കുന്നു. ആദ്യം വരേണ്ട ആളാ. അച്ഛൻ വിളിക്കുന്നു, പാവം. അയ്യോ. അങ്ങേര് പറയുന്നത് കേട്ടാ തോന്നും ബോബിയുടെ മനസ്സമ്മതമാണെന്ന്. വെരി ക്ലോസ് ഫാമിലി ഫ്രണ്ട്. ആ, അത് ശരി. ആ, എന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെട്ടില്ലല്ലോ. ഇതേ അച്ചോ, ആള് വന്നിരിക്കുന്നു. ഇനി പ്രാർത്ഥന മുടങ്ങും. എന്തായി, ചളമായോ? ഇതുവരെ ആയിട്ടില്ല. വാ. കുരിശുംപറമ്പിൽ ചാക്കോച്ചെന്ന പകൽ ടീനയെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. മുഴുവനും ചോദിക്കട്ടെ. പേരിങ്ങനെ ഉറച്ചു വിളിച്ച് ചോദിക്കണം. ചോദിക്കണം. അങ്ങനെയാണ് മനസ്സമ്മതത്തിന്റെ മുറ. എന്നാ വിളിച്ച് ചോദിക്കച്ചോ. എല്ലാം അവസാനിക്കട്ടെ. കുരിശുംപറമ്പിൽ ചാക്കോച്ചെന്ന മകൾ ടീനയെ വിവാഹം കഴിക്കാൻ കുഞ്ഞിന്റെ കൊച്ചു മോളിലത്തെ നിലയെന്ന്. കുരിശുംപറമ്പിൽ ചാക്കോച്ചെന്ന മകൾ ടീനയെ പുതുശ്ശേരിയിൽ തോമസ് വർഗീസിന്റെ മകൻ ബോബി വിവാഹം കഴിക്കുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എടോ അയ്യരെ, താനല്ലടോ പറഞ്ഞത് കുഞ്ഞു മോളിത്തെ നിലം താഴെ വീണെന്ന്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ മോളിലത്തെ നിലയെന്ന്
താഴേക്ക് കുഞ്ഞൊരു പാവ എടുത്ത് എറിഞ്ഞു എന്ന് പറയാൻ വന്നതാ. ഓടി അണച്ചു വന്നപ്പോ പാവാന്ന് മുഴുവൻ പറയുന്നതിന് മുമ്പ് പാതി കേട്ടുകൊണ്ട് നീന കുഞ്ഞ് ഓടി. അതെന്റെ കുഴപ്പമല്ല. ഒരു പാവ എടുത്ത് എറിഞ്ഞതിന് ഇത്രയ്ക്ക് പറയാൻ എന്തിരിക്കുന്നു? ഉണ്ട്. പാവ താഴെ വീണപ്പോ കുഞ്ഞ് കിടന്ന് കരഞ്ഞു. കുഞ്ഞ് കരയുമ്പോ തള്ളയോടല്ലാതെ വേറെ ആരോട് പറയാനാ? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇനി ആ കൊച്ചു കിണറ്റി ചാടിയാലും ഞാനൊട്ട് കണ്ട ഭാവം വയ്ക്കാനും പോണില്ല, പറയാനും പോണില്ല. പോരെ? ഓ, ഒരു കുഞ്ഞും തള്ളി. ലോകത്തിലെങ്കും കേൾക്കാത്ത ഒരു കഥയും.